അപ്പോഴെന്താണ്, നമ്മൾ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മൾ കള്ളന്മാർ. ദൈവം വിശുദ്ധനല്ലെന്ന് അതിൻ്റെ അർത്ഥം. എന്നാൽ നാം പാപം ചെയ്യുന്ന അംഗീകരിക്കുമ്പോൾ എൻ്റെ ദൈവം വിശുദ്ധനാണ് നമ്മൾ അംഗീകരിക്കുക. പ്രിയരെ, ആ മകൻ ആ അപ്പൻ്റെ അടുക്കൽ വന്ന്, അപ്പൊ ഞാൻ തെറ്റ് ചെയ്തു പോയപ്പോൾ, ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു. ഒരു പക്ഷെ അവൻ വിചാരിക്കുന്ന അപ്പൻ അറിഞ്ഞിട്ടില്ല, അപ്പൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പൻ എന്താണ്, ഇവൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ തെറ്റ് ചെയ്ത സമയത്ത് തന്നെ അപ്പൻ അറിഞ്ഞു. പക്ഷെ അപ്പൻ എന്താണ്, അപ്പോൾ തന്നെ ചൂരൽ വടി എടുത്തില്ല. അപ്പൻ ശ്രദ്ധിക്കുകയാണ്, ഈ മകൻ ഇതിനെ പറ്റി എന്താണ് ചെയ്യുന്നത്, ഭാവിയിൽ എന്താണ് ചെയ്യുന്നത്. അതിനുവേണ്ടി അപ്പം വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ചില മക്കളുണ്ട്, ഇത് അപ്പൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് ഗൂഢമായിട്ട് വീണ്ടും പാപം ചെയ്യും. എന്നാൽ ചില കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ കുറ്റബോധം നൽകുക, ഞാൻ എൻ്റെ അപ്പനെ വേദനിപ്പിച്ചല്ലോ, വിഷമിപ്പിച്ചല്ലോ, ഞാൻ ചെയ്ത് തെറ്റായി, ഞാൻ എൻ്റെ അപ്പനോട് ക്ഷമ. അങ്ങനെ അപ്പൻ അവനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ്, അപ്പൻ അവനെ ശിക്ഷിക്കാൻ വിളിക്കുന്നതിന് മുമ്പ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. നാളെ നമുക്ക് ഏത് നിമിഷവും മരിക്കാം പ്രിയരെ. ഒരു പക്ഷെ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ഒരു ഇടി വെട്ടുന്നെങ്കിൽ എൻ്റെ ജീവിതം തീർന്നില്ലേ? അല്ല, ഞാനൊരു പക്ഷെ ഇപ്പം ഇങ്ങോട്ടിറങ്ങി സ്കൂട്ടർ എടുത്തോണ്ട് എൻ്റെ ഒരു സ്നേഹിതരെ അങ്ങോട്ട് കാണാൻ പോകുമ്പോഴായിരിക്കാം, വീട്ടുപടിക്ക് വെച്ചായിരിക്കും ഒരു ലോറി വന്ന് മണ്ടയ്ക്ക് കയറിക്കൂടെയോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. അല്ലാതെ 10 വർഷം കഴിയുമ്പോൾ മാപ്പ് പറയാമെന്നും നാളെ നമുക്ക് ക്ഷമ പറയാമെന്നും നമ്മൾ വിചാരിക്കരുത്. കാരണം ഏത് നിമിഷവും തീർന്നു പോകാവുന്ന ഈ ജീവിതത്തിൽ നമ്മൾ ബുദ്ധിയുള്ളവരായിട്ട് തീരുക. പക്ഷെ നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിലോ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. എന്തൊരു സന്തോഷം അഭിനന്ദനമോ. ആ മകൻ അവന്റെ കുറ്റങ്ങളെ അപ്പനോട് ഏറ്റു പറഞ്ഞു. കാരണം അത്രയും ദിവസം ഇവന് കുറ്റബോധമാണ്. അപ്പൻ എന്നെ പിടിക്കുമോ, അപ്പൻ എന്നെ കാണുമോ, അപ്പൻ എന്നെ കൊല്ലുമോ, ശിക്ഷിക്കുമോ, അവനൊരു സന്തോഷമില്ല, അപ്പൻ്റെ മുമ്പിൽ ധൈര്യമില്ല. പക്ഷെ അവൻ അപ്പൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്ത സമയത്തുണ്ടല്ലോ, അവന്റെ ഭയം പോയി, അവന്റെ മനസ്സാക്ഷി ശുദ്ധമായി. ഇപ്പൊ അപ്പൻ്റെ മുമ്പിൽ ഇരിക്കാൻ ഒരു വിഷമവുമില്ല. അപ്പനോട് ഇപ്പൊ കളിതമാശകളുണ്ട്, അപ്പനോട് ഒന്നിച്ചിരുന്ന് ഭക്ഷണമുണ്ട്.